മേഖലകളിലും മതം അവർക്ക് ഒരു ഫാക്ടറായി വരുന്നില്ല. ഇനി നേരെ മറിച്ച് നോക്ക്. ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ വലത് സൈഡ് ചരിഞ്ഞെഴുന്നേൽക്കണം. എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിച്ചതല്ലേ, ഈ സുനാമിയൊക്കെ മറന്നുപോയി. അപ്പോ അല്ലാഹുവേ, മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച നാഥ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞ് വലത് ഭാഗം ചരിഞ്ഞുകൊണ്ടാണ് ഒരു മുസ്ലിം എഴുന്നേറ്റ് വരേണ്ടതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ ഇടത് കാല് വെച്ചിട്ട് ബാത്റൂമിലേക്ക് കയറുന്നു. അപ്പൊ കയറുന്ന ഉടനെ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. അല്ലാഹുവേ, ആൺ പെൺ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ. അവിടെ നിന്ന് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല. തുണി പൊക്കുമ്പോൾ സൂക്ഷിക്കണം, മലക്കുകൾ കാണും. അപ്പൊ അതുകൊണ്ട് വളരെ സുതാര്യമായിട്ടൊന്നും ചെയ്യാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാര്യം കഴിച്ചിട്ട് ഇറങ്ങി വരിക. ഇറങ്ങി വരുമ്പോൾ വലത് കാലുകൊണ്ട് ഇറങ്ങി വരണം. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഗുഫ്രാനക, അല്ലാഹുവേ നീ എന്റെ പാപം പൊറുക്കണേ. കാരണം ഇപ്പൊ പോയി മലമൂത്ര വിസർജനമൊക്കെ ചെയ്തിട്ട് വന്നതും കുളിച്ചതും പല്ല് തേച്ചതും ഒക്കെ വലിയ പാപമായിട്ടാണ് കരുതുന്നത്. അപ്പൊ പടച്ചോനെ എന്റെ പാപം നീ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ കുളിച്ച് വസ്ത്രം ധരിക്കുന്നു. വസ്ത്രം ധരിക്കുമ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്, വസ്ത്രം ഊരുമ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്, ഭക്ഷണം കഴിക്കാൻ വന്ന് ഇരിക്കുമ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്, വലത് കൈകൊണ്ട് കഴിക്കുന്നതിലും ഉണ്ട് ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഉമ്മ പോകുകയാണ്, അസ്സലാമു അലൈക്കും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തവക്കൽതു അലല്ലാഹ്, ഒരു പ്രാർത്ഥന, അല്ലാഹുവേ നിന്നിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. വാഹനത്തിൽ കയറുന്നു, വാഹനത്തിൽ കയറുമ്പോഴുണ്ട് ഒരു പ്രാർത്ഥന. അപ്പൊ ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതമാണ് ഇവർക്ക് ചവച്ചരച്ച് വിഴുങ്ങാൻ കൊടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടും രണ്ട് പടിയാണ് എന്ന് ചിന്തിക്കണം. ഇപ്പോ ഒരു മുസ്ലിം കുട്ടിയും ഒരു ഹിന്ദു കുട്ടിയും പരസ്പരം സംസാരിക്കുമ്പോൾ അവര് ഭക്ഷണം കഴിക്കുന്നു, അവരുടെ വസ്ത്രധാരണം, അവര് ഒന്നു എടുക്കുന്നു, അവര് നമസ്കരിക്കുന്നു, അവര് ഫോൺ എടുത്താൽ ഉടനെ അസ്സലാമു അലൈക്കും, ഇൻഷാ അല്ലാഹ്, ഇതൊന്നും എൻ്റെ കയ്യിലല്ല, ശരി മോളെ പെട്ടെന്ന് കോളേജൊക്കെ കഴിഞ്ഞിട്ട് നോക്കി വരണേ, ആമാ ഞാൻ വന്നേക്കാം ഇൻഷാ അല്ലാഹ്, നോക്കി വരാം, മാഷാ അല്ലാഹ്, ശരി അസ്സലാമു അലൈക്കും. അപ്പൊ ഇങ്ങനെ മതം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ടാണ് ഓരോ മുസ്ലിം കുടുംബങ്ങളിലെയും കുട്ടികൾ കഴിഞ്ഞു പോകുന്നത്. ഇന്ന് അതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. അതായത് നമ്മൾക്ക് മതം ഫോളോ ചെയ്യാം, പക്ഷേ നമ്മുടെ കൂടെയുള്ള ആള് അത് അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ചില അറിവുകളൊക്കെ കിട്ടുന്നുണ്ട്, അവർ നല്ല രൂപത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരതറിയരുത്, നമുക്കത് ഫോളോ ചെയ്യുകയും വേണം. അപ്പൊ നമ്മൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചോറ് തിന്നുമ്പോൾ അച്ചാറ് തൊട്ട് നക്കുന്നത് പോലെ പതിയെ 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 അവരിലേക്ക് ഇത് കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 3 വയസ്സ് 3.5 വയസ്സ് മുതൽ മതം പഠിച്ചു വളരുന്ന ഒരു കുട്ടിയും 10-25 വയസ്സായിട്ടും ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോയി തൊഴുന്നത്, ഞാൻ എന്തിനാണ് സൺഡേ സ്കൂളിൽ പോകുന്നത്, ഞാൻ എന്തിനാണ് ബൈബിള് വായിക്കുന്നത് എന്നറിയാത്ത ഒരു കുട്ടിയും തമ്മിൽ അജഗജാന്തരമുണ്ട്. ഇപ്പൊ TCS ഇതിന്റെ വേറൊരു ഒരു വേർഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം UK പോലെയുള്ള രാജ്യങ്ങളിൽ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വസ്തുതയാണ് ഗ്രൂമിംഗ് ഗാങ്. ഇതിനകത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ പല ആളുകളും ഇതിനെ ന്യായീകരിക്കാനും പെയിന്റ് അടിക്കാനും പറയുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ മത സ്വാധീനം ഉപയോഗപ്പെടുത്തി ചില സംഘടിതമായിട്ടുള്ള ഗ്രൂപ്പുകൾ അമുസ്ലിം കുട്ടികളെ വലയിലാക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത് കോർപ്പറേറ്റ് ജിഹാദ് എന്നതിനെ വിളിക്കാനും കാരണം ഇത് 1-2 പേരല്ല, 1-2 ആളുകൾക്ക് കുരുക്കിട്ടാൽ പരിഹരിക്കാൻ പറ്റുന്ന വിഷയവുമല്ല. അപ്പോ അഴിമതി ഒന്നുണ്ട്, സ്വജന പക്ഷപാതിത്വം അത് വേറെ ഒരെണ്ണമുണ്ട്. ഇപ്പോ ഈ ഉദ്യോഗസ്ഥര്, ഇപ്പോ നിദാ ഖാനെ പോലെയുള്ള HR, അവരുടെ താല്പര്യം, അവരുടെ മതം, അവരുടെ രാഷ്ട്രീയം, അവരുടെ നിലപാടുകൾ, അവരുടെ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും അത് തന്നെ ആയിരിക്കും അടുത്തവനിലേക്കും പകർന്നു കൊടുക്കുക. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയത്തിന്റെ നേരെ വിപരീതമായിരിക്കും അടുത്തുള്ളവർക്ക്. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങള് ഇത്തവണ വോട്ടിടാൻ പോയി. ഞാന്, ഇക്ക, 2 മക്കള്, മോൾ ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് 5 വോട്ടുണ്ട്. അപ്പോ മോളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 4 പേരും ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പോയി. അപ്പോ മക്കള് ചോദിച്ചു, അത് ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് രാജ്യത്തോടൊപ്പം നിൽക്കണോ മതത്തോടൊപ്പം നിൽക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രം മതി. അപ്പോൾ ഇക്ക പറഞ്ഞു, എനിക്കെൻ്റെ മതം മതി, ഞാൻ എൻ്റെ മതവിശ്വാസം അനുസരിച്ചിട്ട് ആരധികാരത്തിൽ വരണോ അവർക്ക് ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ഞാനിത് രണ്ടും ഇവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നോ അത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി. അപ്പോൾ എന്നോട് ചോദിച്ചു, മാതാജി, എന്നെ മാതാജി എന്നാ വിളിക്കുക മൂത്താള്, മാതാജി ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ എൻ്റെ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകുന്ന ആളാണ്, രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു വാപ്പയുടെ മകളാണ് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ രാജ്യത്തോടൊപ്പം നിന്നിട്ടില്ലെങ്കിൽ ആ വാപ്പയുടെ ജീവൻ പോയതിന് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വോട്ടിട്ടു, തിരിച്ചു വന്നിറങ്ങി. ഞങ്ങളിങ്ങനെ പരസ്പരം സംസാരിച്ചപ്പോൾ എൻ്റെ മക്കൾ ചോദിക്കുകയാണ്, മൂത്ത ആൾക്ക് 22 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 20 വയസ്സുമായി. അവർ ചോദിക്കുകയാണ്, ഈ കാലത്ത് ആരാണ് ഈ മതം ഇങ്ങനെ ചവച്ചരച്ച് വീഴുന്നത്? ഞങ്ങളുടെ കൂടെയൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ട്, ഞങ്ങളാരും അങ്ങനെ മതത്തെക്കുറിച്ചിട്ടൊന്നും വലുതായിട്ട് സംസാരിക്കാറില്ല. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ അവസരം വരുമ്പോൾ അവരാ മതം പറയും. അങ്ങനെ മതം പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് തന്നെ അവരിൽ നിന്നും ഒരു നിശ്ചിത അകലം പാലിക്കുക. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും നിൽക്കണ്ട, അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ കേൾക്കാനും നിൽക്കണ്ട, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇവര് മതം, ചിലപ്പോൾ ഇവരെ നമസ്കരിക്കുന്നുണ്ടാവത്തില്ല, നോമ്പ് പിടിക്കുന്നുണ്ടാകത്തില്ല, പക്ഷെ ഇവരുടെ ഉള്ളിൽ മറ്റേ സാധനം കിടക്കുക. അത് നമ്മൾ തേച്ചാലും അയച്ചാലും ഒന്നും മാറത്തില്ല. അതാണ് ഈ TCS നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടുന്നു, ടെക്നോളജിയുമായിട്ടാണ് കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ തലയിലൊന്നും മതം ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചു. പഠിച്ച് ഡോക്ടറായി, സർജനായി, അയ്യോ അനാട്ടമിയൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് എന്തു മതം? ഏതൊരു മനുഷ്യന്റെയും ജീവൻ പോയി കഴിഞ്ഞാൽ, തൊലി പൊളിച്ചാൽ എല്ലാവരുടെയും ഇന്റേണൽ ഓർഗൻസ് ഒരുപോലെയാ. പിന്നെ ഇതിനകത്തുള്ളതെല്ലാം ഇത് തന്നെയല്ലേ എല്ലാവർക്കും ഉള്ളത്? ഇതൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് എവിടെയാണ് മതമെന്ന് ചോദിച്ചപ്പോഴാണ് ചെങ്കോട്ട സ്ഫോടനം ഉയർന്നു വന്നത്. 72 ഡോക്ടർമാര് 36 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്കാൻ തീരുമാനിക്കുന്നു, 36 കാറുകളിലായിട്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും സയന്റിസ്റ്റുകളായിരുന്നാലും ശരി, ഇവരുടെ ഉള്ളിൽ ഈ സാധനം ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ തലപ്പത്തി ചിന്താഗതിക്കാർ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ UK റോത്തർഹാം എന്ന ഒരു സ്ഥലത്ത് ഒരു സംഭവം, അവിടെയാണ് ആദ്യമായിട്ട് ഈ ഗ്രൂമിംഗ് ഗാങ് എന്ന് പറയുന്ന ഒരു വിഷയം വലിയ രൂപത്തിൽ ചർച്ചയായത് എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ, അല്ലെങ്കിൽ തിരുത്താം. അപ്പൊ അവിടെ നടന്ന അതിക്രമങ്ങളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു ഭാഗത്തും, മറ്റേ ഭാഗത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും വരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് വലിയ രൂപത്തിൽ ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്നു. ഇവരെ പിടിച്ചേ പറ്റൂ, ഇവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളുടെ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ട് ഇവര് ഇരകളെ വലയിലാക്കുന്ന രീതികൾ ഇവര് തന്നെ സംസാരിച്ചു തരിക, ഇവര് തന്നെ തെളിവ് കൊടുക്കുക. ഞങ്ങൾ ഇങ്ങനെയാണ് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത്, അവർ വീണു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടനെ അവരുടെ ചുറ്റുമുള്ള ആളുകളെ കൂടി ഞങ്ങൾ എങ്ങനെയാണ് വലവിരിക്കുന്നത് എന്ന് പറഞ്ഞു തരിക. ഇത് തന്നെയാണ് TCS സംഭവിച്ചത്. അതായത് ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു, ഒന്ന് തട്ടമിട്ടൂടെ നിനക്ക്, ഒന്ന് തട്ടമിട്ടെന്ന് ഫോട്ടോ ഇട്ടെന്ന് പറഞ്ഞ് എന്താ നിനക്ക് ജോലിയിൽ കയറ്റമല്ലേ കിട്ടാൻ പോകുന്നത്, ഒന്ന് കലിമയൊക്കെ ചൊല്ലിയൊന്ന് പഠിച്ചു, അതുകൊണ്ട് ഇപ്പൊ എന്താ? അപ്പൊ ഈ കൊച്ചു കലിമ ചൊല്ലുന്നു, അതിന്റെ വീഡിയോ ഈ കൊച്ചു പോലും അറിയാതെ ഇവര് പകർത്തു വെക്കുന്നു. ഒരു തട്ടമിടുന്നു, എന്ത് സുന്ദരിയാ തട്ടമിട്ടപ്പോൾ, മറ്റത് മുടിയൊക്കെ കാക്കിരി പൂക്കിരി കിടക്കുന്നു, ചന്തമില്ല. തട്ടമിടുമ്പോഴുള്ള സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയാണെന്ന് പറയുമ്പോൾ കുട്ടി ഒന്നങ്ങ് പൊങ്ങി. നമ്മൾ തട്ടമിടിയിക്കുന്ന ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ചില സിനിമാ നടികൾ തട്ടമിട്ടിട്ട് ഫോട്ടോ ഇടും. എന്തിനാണ്? അവർക്കൊരു മതേതര മുഖഛായ കിട്ടുന്നതിന് വേണ്ടി. അങ്ങനെ ഇവരൊരിക്കലും ചിന്തിക്കുന്നില്ല ഇവരുടെ ബ്രദറെ, എനിക്ക് ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ പറയാറില്ലല്ലോ. ടീച്ചറെ ഓക്കെ സംസാരിക്കും. ടീച്ചറെ കട്ടായി പോയിരുന്നു. അയ്യോ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. ഇല്ല ടീച്ചറെ, ഞങ്ങൾ ഇവിടെ ഒരുപാട് നേരം ടീച്ചറിനെ എവിടെ മുതല കേൾക്കാത്തത്? ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു. അപ്പം ഈ ഗ്രൂമിംഗ് ഗാങ്ങിനെ കുറിച്ച് പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. റോദർഹാമിനെ കുറിച്ച് ഗ്രാമിംഗ് വരെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി കട്ടായിപ്പോയി. ആ ഓക്കെ, അത് ഞാൻ അറിഞ്ഞില്ല. അറിയാതെ കണ്ട ഇത് അൺമ്യൂട്ട് ആയിപ്പോയതായിരിക്കും അല്ലെ, അതോ മ്യൂട്ട് ആയത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇത് ഓക്കെ പറഞ്ഞോ. അപ്പൊ പോലീസുകാർക്ക് പോലും ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവരാണ് ഈ കമ്പനിയുടെ ഹെഡായിട്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ മതം,
അവരുടെ രാഷ്ട്രീയം, അവരുടെ നിലപാടുകൾ, ഇതൊക്കെയാണ് ഇവർ മറ്റുള്ളവരിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ചില സിനിമാ നടികളൊക്കെ തട്ടമിട്ടിട്ട് ചില ചിത്രങ്ങൾ എടുത്തിടും. എന്തിനാണ്? അവർക്ക് മതേതര മുഖച്ഛായ. അപ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ അത്രയും നമ്മുടെ മുറിയന്മാരുടേതായിരിക്കും. എന്ത് ഭംഗിയുണ്ട്, മുടിയൊക്കെ കാക്കിരി പൂക്കിരി കിടക്കുന്നതിനെക്കാട്ടില് ആ ഒരു നല്ലൊരു മൊഞ്ചത്തി കുട്ടി ആയിട്ടുണ്ട്, ഒരു ഹൂറി ആയിട്ടുണ്ട്, സുന്ദരി ആയിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ തട്ടമിടിയിക്കുന്ന ഒരുപാട് വീഡിയോകളും ഫോട്ടോസും ഒക്കെ കാണുന്നവരാണ് നമ്മൾ. അപ്പൊ ഈ പെൺകുട്ടി പോലും അറിയാതെ ഈ നിദാഖാൻ മറ്റവന്മാരുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഈ കുട്ടിയോട് ഒന്ന് തട്ടമിട്ട് നോക്ക്, തട്ടമിട്ടു, ഒന്ന് ഫോട്ടോ എടുത്തു വെച്ചു. ഈ കൊച്ചറിയുന്നില്ല. ഒന്ന് കലിമ ചൊല്ലാൻ പഠിപ്പിച്ചു, അഷ്ഹദു അഷ്ഹദു അൻലാ ഇലാഹ അൻലാ ഇലാഹ. അതിലൂടെ ഇവരുടെ വിശ്വാസപ്രകാരം ആ കൊച്ച് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് പിന്നീട് ഈ വീഡിയോ കാണിച്ചിട്ട് ഈ കൊച്ചിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് തുണി ഉരിപ്പിക്കുന്നത്. അതും വീഡിയോ പിടിച്ചു വെക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് വീട്ടിലാരോടും പറയാൻ പറ്റുന്നില്ല. കാരണം അവർ ഈ വീഡിയോ പുറത്തുവിടാ, ഞങ്ങൾ ആരും നിന്നെ സമ്മർദ്ദത്തിലാക്കിയതല്ല, നീ സ്വന്തമായിട്ട് തന്നെയാണ് ഈ ഹിജാബ് ഇടുന്നത്. അപ്പൊ അവരപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ 10, 22, 23 വയസ്സായ കുട്ടികൾക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും? ഇതുപോലെയുള്ള വിഷയങ്ങൾ സമാനമായിട്ടുള്ള ദുഃഖിതരോട് തന്നെയാണ് ഇവർ പരസ്പരം പങ്കുവെക്കുന്നത്, ഈ 8-9 പേര്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവര് ചുറ്റുമുള്ള ആളുകളോട് ആരോടാണോ ഇവർ പറയുന്നത്, അടുത്തതായിട്ട് ഇവര് ചൂണ്ടയിൽ കൊടുക്കാൻ പോകുന്നത് അവരെയാണ്. ഇവര് തന്നെ പറഞ്ഞതാ. അപ്പൊ ഈ നിദാഖാൻ എന്ന് പറയുന്ന പെണ്ണിന്റെ അണ്ടറിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? ഇനി എന്തു വലിയ ടെക്നോളജി പഠിച്ചിട്ടാണെങ്കിലും ശരി, ഇവര് പഠിച്ച് ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും കളക്ടർ ആയിരുന്നാലും ഇവരുടെ ഉള്ളിലുള്ളത് അമുസ്ലിങ്ങൾ മുഴുവനും കാഫിറുകളാണ്, അവരെ കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടത് എന്റെ കടമയാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ തുടർന്നു പോകും. അപ്പോൾ ഇരകളെ എങ്ങനെയാണ് വലയിലാക്കുന്നത് എന്നാണ് കൃത്യമായിട്ട് FIR വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഇത് മതപരമായിട്ടൊരു അജണ്ടയാണ് ഈ നടപ്പിലാക്കുന്നത്. നമ്മളൊരു മുസ്ലിമാണ്, അപ്പം ഒരു കാഫിറിനെയും കൂടി ഇസ്ലാമിനെ കുറിച്ച് അവരെ കൺവിൻസ് ചെയ്യല്, ബോധവൽക്കരണം ചെയ്യല് നമ്മുടെ കടമയാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലവും ഇവരുടെ ക്രിമിനൽ മൈൻഡും ഇവർ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് സാമൂഹികമായും കുടുംബത്തിലുമൊക്കെ ഒറ്റപ്പെട്ടു പോകുവാണ് എന്നൊക്കെ ഈ കുട്ടികൾ മനസ്സിലാക്കുമ്പോഴേക്ക് ഈ കുട്ടികൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കും. ആരോടും പറയാൻ പറ്റാത്ത രൂപത്തിലേക്കായി മാറിയിട്ടുണ്ടാവും. ഇനിയും എനിക്ക് ജോലി വേണ്ട എന്ന് തീരുമാനിച്ചാലോ, എന്നാലും ഇവർ ജീവിക്കാൻ വിടത്തില്ല. അപ്പോൾ പലയിടങ്ങളിലും നമ്മൾ ഇതേ രീതി തന്നെ ചിലപ്പോൾ സഹായമായിട്ട് വരും, ചിലപ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊന്ന് പങ്കുവെക്കുന്ന ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് വരും. നിന്റെ ഒരു പേഴ്സണൽ ഡയറി ആയിട്ട് നീ എന്നെ കണക്കാക്കിക്കോ, നിന്റെ എന്ത് വേദനകളും നിനക്ക് എന്നോട് പറയാം. ഇത് വെച്ചിട്ടായിരിക്കും പിന്നീട് അടുത്ത ബ്ലാക്ക്മെയിൽ നടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഒരു രഹസ്യം എന്റെ മനസ്സിലിരിക്കുമ്പോൾ മാത്രമാണ് അത് രഹസ്യമാകുന്നത്. ഞാൻ എപ്പോഴാണോ എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയോടോ കാരനോടോ ആ രഹസ്യം തുറന്നു പറയുന്നത്, അതോടുകൂടി ആ രഹസ്യം നഷ്ടപ്പെടും, ആ രഹസ്യത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും. പിന്നീട് ഇത് ഇവൻ ആരോടും ഇവൾ ആരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുമായിട്ട് വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നമ്മുടെ ഉള്ളിൽ കിടന്നങ്ങ് ഉരുകിയാൽ മതിയെന്നങ്ങ് ചിന്തിച്ചാൽ പോരെ. പക്ഷേ നമ്മുടെ ഈ 23, 24 വയസ്സുള്ള പെൺകുട്ടികൾക്ക് അതിന് കഴിയാതെ വരുന്നു. അപ്പോൾ ഈ ഗ്രൂമിംഗ് ഗ്യാങ് ആണ് പിന്നീട് ഇവരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. കാരണം എല്ലാവരുടെ കയ്യിലായി കഴിഞ്ഞു. ഇവര് പ്രാക്ടീസ് ചെയ്തു കലിമ, ഇവര് തട്ടമിട്ടു, തുണി ഉരിഞ്ഞു, വീഡിയോ ചാറ്റ് ചെയ്തു. പിന്നീട് എല്ലാം ഇവരുടെ മനസ്സിലുള്ള ചില വസ്തുതകളും അവർക്കറിയാം, എല്ലാം അവരുടെ കയ്യിലായി കഴിഞ്ഞു. അപ്പോ ഇത്തരം ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെ സംഘടിതമായി എതിർക്കാൻ ശ്രമിച്ചാലോ അവർ വർഗീയവാദികളാണ് എന്ന് മുദ്ര കുത്തപ്പെടും. ഇപ്പൊ TCSലെ ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നതും കർശനമായ നടപടി എടുത്തതും കൊണ്ട് മാത്രമല്ലേ നമ്മൾ ഇതറിഞ്ഞത്. ഒരു കുട്ടി ഇതിനെ എല്ലാ കൽമതിലുകളെയും ബ്രേക്ക് ചെയ്ത് കൃത്യമായ രൂപത്തിൽ സീനിയർ ഓഫീസർക്ക് ഒരു മെയിൽ അയക്കാൻ തയ്യാറായി. മറ്റവരൊക്കെ കൊടുത്ത പരാതി നിദാഖാന് തന്നെ അവരയച്ചാറ്. പക്ഷെ ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലും എല്ലാവർക്കും മെയിൽ അയച്ച് താൻ അനുഭവിച്ച വേദനകൾ പറഞ്ഞപ്പോൾ തുടരെ 8 പേരായി പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. ഇതിൽ ആദ്യം ആര് വരും എന്നതൊരു വിഷയമാണ്. കുറ്റവാളികളുടെ മതം നോക്കാതെ, അവരുടെ രാഷ്ട്രീയം നോക്കാതെ, അവരുടെ മണി പവർ നോക്കാതെ കർശനമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ ഇത്തരം പ്രവണതകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു അവസാനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ സംവിധാനങ്ങൾക്കകത്ത് കടന്നുകൂടി അവരുടെ മതപരമായിട്ടുള്ള അജണ്ടകൾ മറ്റുള്ളവരിലേക്ക് കൂടി കുത്തി നിറയ്ക്കുന്ന ഇത്തരം സാഹചര്യങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടതും മാറ്റി നിർത്തേണ്ടതും സമാധാനപരമായിട്ടുള്ള സമൂഹത്തിന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഈ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് മതപരമായിട്ടുള്ള ലക്ഷ്യമാണ്.
രണ്ടാമതായിട്ട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൂടുതൽ സ്ത്രീകൾ ഇരകളാക്കപ്പെടുന്നത് എന്നാണ്. ഇതിന്റെ പിന്നിൽ ഒരു സാമൂഹികവും മനഃശാസ്ത്രപരവും ഞാൻ പറഞ്ഞതുപോലെയുള്ള ചില വീട്ടിലെ ലിബറൽ ആശയം തുടങ്ങിയ ചില സാങ്കേതികപരമായിട്ടുള്ള കാരണങ്ങൾ വേറെയുണ്ട്. ഇപ്പൊ ഈ ഗ്രൂമിംഗ് ഗ്യാങ് അവര് ഭയങ്കരമായിട്ട് ക്ലസ്റ്റർ കിട്ടിയിട്ടുള്ള ആൾക്കാരാ. അവര് കോച്ചിങ് ഒക്കെ നേടിയിട്ടാണ് ഇങ്ങനെ വന്ന് ഇരിക്കുന്നത് തന്നെ. അപ്പൊ ഇത് ആസൂത്രിതമാണ്. ഇതിനകത്ത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കുടുങ്ങിപ്പോകുന്നത്, പെൺകുട്ടികളും. അപ്പോ ഇവരുടെ വൈകാരികമായിട്ടുള്ള ബലഹീനതകളെയാണ് മിക്ക ആളുകളും ലക്ഷ്യം വെക്കുന്നത് കേട്ടോ. എല്ലാവരും ബലഹീനരാണെന്നല്ല പറയുന്നത്. ഞാൻ ബലഹീനയല്ല, ഞാൻ ശക്തമായിട്ടൊരു മനസ്സിന്റെ ഉടമയാണ്. എന്തു വലിയ പ്രതിസന്ധികൾ വന്നിരുന്നാലും ശരി, മല പോലെ ഉറച്ചു നിന്നിട്ട് എനിക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും. ഇപ്പൊ 100 പേര് അഭിപ്രായം പറഞ്ഞിരുന്നാലും ശരി, ഞാൻ എൻ്റെ അഭിപ്രായത്തിന് മാത്രമാണ് മുൻതൂക്കം നൽകുക. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ പോലും എല്ലാവരും പറയും ഇത് കൊള്ളാം, ഇതിട്ടാ കൊള്ളാം, എന്നാലും ഞാൻ എൻ്റെ മനസ്സിന് ഇണങ്ങിയാൽ മാത്രമേ ഞാനത് എടുക്കൂ. എത്ര വില കുറവാണെങ്കിലും, എത്ര ക്വാളിറ്റി ആണെങ്കിലും, എത്ര കളർ സെൻസ് ഇവരൊക്കെ പറഞ്ഞിരുന്നാലും ശരി, എനിക്ക് ശരിയാണ് എന്ന് തോന്നിയാൽ, എനിക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നിയാൽ, ഇവരെല്ലാവരും മോശമാണെന്ന് പറഞ്ഞാലും ഞാനത് എടുക്കും. അത്രയും മനക്കെട്ടിയൊന്നും നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകള്, കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര രൂപത്തിൽ പരിഗണന ലഭിക്കാത്ത ആളുകൾ, ഇപ്പൊ നമുക്കറിയാമല്ലോ, കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുള്ള വീടുകളിൽ എത്ര പേരുണ്ടാകും മാതാപിതാക്കളുമായിട്ട് ഒരുമിച്ചിരുന്നൊന്ന് സംസാരിക്കുന്നവര്, ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഒരു ഗെയിമിൽ ഏർപ്പെടുന്ന ആളുകൾ, ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോകുന്ന ആളുകൾ, സ്വന്തം ആശയങ്ങളും അനുഭവങ്ങളും ഒന്ന് പങ്കുവെക്കുന്ന ആളുകൾ. ഞങ്ങളുടെ വീടൊക്കെ അത്തരം അന്തരീക്ഷമാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒന്ന് ക്യാരംസ് ഒക്കെ കളിച്ച് ഫോണൊക്കെ 10 മണിയാകുമ്പോഴത്തേക്കിന് ഫോണുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്തൊന്ന് മാറ്റി വെച്ച്, പിന്നെ ഫോൺ ഉപയോഗിക്കുന്നത് ഞാൻ മാത്രമാണ്, എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അന്ന് അവർ കോളേജിൽ പോകുമ്പോൾ ഉള്ള സംഭവങ്ങളും ഇവർ സൊമാറ്റോയ്ക്ക് പോകുമ്പോൾ ഉള്ള അനുഭവങ്ങളും ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞ്, മോളാണെങ്കിൽ വീഡിയോ കോളിൽ ലൈനിൽ നിൽക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ എപ്പോഴും ഞാൻ മക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തു മല പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഞങ്ങളോട് അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റും. അപ്പോഴും ഞാൻ പറയും, മക്കളെ, നിങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങളെ വീഴ്ത്തണം അവർക്ക്. അതിനു വേണ്ടിയിട്ട് അവരെന്തു മാർഗവും സ്വീകരിക്കും. ഏത് രൂപത്തിലുള്ള കസ്തൂരിമാനിന്റെ വേഷത്തിലും അവർ വരും. അതിനകത്ത് പെട്ടുപോകാതിരിക്കൽ നിങ്ങളുടെ സാമർഥ്യമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മളിൽ എത്ര മക്കളെ കെട്ടിപ്പിടിച്ച് നമ്മൾ ചുംബിക്കാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, അവർ കരയുന്നു, അവര് വല്ലാത്ത സംഘർഷ അവസ്ഥയിലാണ്. എന്താണ് മക്കളെ നിന്റെ പ്രശ്നം, എന്തുണ്ടെങ്കിലും പറ എന്ന് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയുള്ള എത്ര വീടുകളുണ്ട്. അങ്ങനെയുള്ള വീടുകളിലെ കുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. മാതാപിതാക്കളുമായി കൂടുതൽ സംസാരിക്കാതെ, വീടുമായിട്ട് കൂടുതൽ ഇടപഴകാതെ, ഒരു ഫോണും ഒരു മുറിയും, അവർ മുറി അടച്ചതിനകത്ത് കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ മാത്രം അവരിറങ്ങി വരുന്നു, കഴിക്കുന്നു, തിരിച്ചു കയറി പോകുന്നു. അങ്ങനെയുള്ള വീടുകളിലെ കുട്ടികളെയാണ് ഇവരെ ലക്ഷ്യം വെച്ചതെല്ലാം. ഈ വീണതിലധികം ഇപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. അതായത് ലവ് ജിഹാദിനകത്ത് അകപ്പെട്ടു പോയ കുട്ടികളുമായിട്ടൊക്കെ മാതാപിതാക്കൾ നമ്മളോട് സംസാരിക്കാൻ വരും. അപ്പോഴും ഞാൻ പറയും, മക്കളെ, ഞാൻ ഇനി ലോകത്തുള്ള എന്ത് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നാലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു ശരിയുണ്ട്. അതിനെ നിങ്ങൾ ഊരിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ശരി തെറ്റുകൾ മനസ്സിലാക്കാതെ ലോകത്ത് ആരും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ നീ എടുക്കുന്ന തീരുമാനം എന്താണ്, അതിൽ വരുന്ന കോൺസിക്വൻസസ് എന്താണ്. ഇപ്പൊ 100 പേർക്ക് അങ്ങനെ സംഭവിച്ചെന്ന് കരുതി 101ാമത്തെ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും എടുക്കുന്ന തീരുമാനം ശരിയോ തെറ്റോ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസാക്ഷിയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ എന്ന് പറയുമ്പോൾ, ഒരു കുട്ടിയുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ. അപ്പൊ ആ കൊച്ച് എന്നോട് പറഞ്ഞത്, ഞാനിത് ആരോട് പറയണമെന്നാ. അച്ഛൻ എന്നോട് മിണ്ടിയിട്ട് 3 വർഷമായി, അമ്മ സംസാരിക്കാറില്ല. അമ്മയ്ക്ക് ഫോണ്, അമ്മയുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അമ്മ ഷോപ്പിങ്ങിന് പോകുന്നു, അമ്മ ക്ലബ്ബിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരി, എൻ്റെ മുഹസിന എന്ന് പറയുന്ന എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്, അവളോടാണ് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞത്. അവളുടെ വീട്ടിൽ ഇപ്പം ഞാൻ 2 ദിവസം നിൽക്കാറുണ്ട്. അവളുടെ വീട്ടിൻ്റെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കണ്ടപ്പോഴേക്കും എനിക്കത് നല്ലതാണെന്ന് തോന്നി. ഇങ്ങനെയാണ് പലപ്പോഴും ആഴ്ചകളോ മാസങ്ങളോ എടുത്തിട്ടാണ് ഇവരെന്തെങ്കിലും ചെറിയ ഒരു പോയിന്റ് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ പലപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് അത്രയും കൗമാരക്കാരായ പെൺകുട്ടികളെയാണ്. ലോകത്തെക്കുറിച്ചും ലോകത്തിന്റെ ചതിക്കുഴികളെക്കുറിച്ചും ഒന്നും വ്യക്തമായ യാതൊരു ധാരണയുമില്ലാതെ വെളുത്തതെല്ലാം ശുഭ്രമാണ് എന്ന് വിചാരിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പൊ അവർക്ക് ലഭിക്കുന്ന അമിതമായിട്ടുള്ള ഇവരിലെ പരിഗണനകൾ തിരിച്ചറിയാൻ അവര് ഒരല്പം താമസിക്കുന്നുണ്ട്.
ഇന്ന് സോഷ്യൽ മീഡിയ വഴി സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ്, കൺവിൻസ് ചെയ്യാനും എളുപ്പമാണ്. വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി നമ്മൾ പണക്കാരാണ്, ഉന്നത ബന്ധങ്ങളുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, ലിബറൽ ആശയക്കാരാണ്, നമുക്കങ്ങനെ മതവും ജാതിയും ഒന്നുമില്ല, കാര്യത്തോട് അടുക്കുമ്പോഴാണ് ഈ മതം വരിക. ഇവരുടെ സ്വകാര്യ വിവരങ്ങളോ ചിത്രങ്ങളോ ഇതൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇവർ രക്ഷപ്പെടണം എന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ ബ്ലാക്ക് മെയിലുമായിട്ട് വരിക. അതുവരെ ഒരു പെൺചില്ലന്തി നല്ല വേഷം കെട്ടിയാണ് ആടുന്നത്. ഇവരുടെ കെണിയിൽ ഒരിക്കൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് പുറത്തു വരാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തോ കൈവശം കൊടുത്തു, എന്തോ കലക്കി കൊടുത്തു, ഇതൊന്നും അല്ല. ഈ പിള്ളാരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുവാണ്. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഇവർക്ക് കൈവശം കൊടുത്തു, ഉസ്താദ് തുപ്പി കൊടുത്തു, ദൂരി കൊടുത്തു, ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അപ്പൊ ഈ പിള്ളാര് എന്തിനെയോ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ഇവർക്കറിയാം ഇസ്ലാമിന്റെ ബേസ് തന്നെ പ്രഭയാണ്. ഒന്ന് പ്രലോഭനം, രണ്ട് ഭീഷണി, ഭയം. അപ്പൊ ഇത് രണ്ടുമില്ലെങ്കിൽ ഇസ്ലാം ഇല്ല. അപ്പോൾ സ്ത്രീകളെ ഇവർക്കൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല, പെട്ടെന്നൊരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. പെൺകുട്ടികളും സ്ത്രീകളും ഇതിനകത്ത് പെട്ടുപോകുന്നു. വീട്ടുകാര് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പൊ അതിനേക്കാൾ ദുരിതം ഇവര് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടികൾ കമ്പയർ ചെയ്തിട്ട്, വീട്ടുകാരാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തും, അതിനെക്കാട്ടി നല്ലത് ഇവര് തന്നെ, ഇവരങ്ങ് തീരുമാനിക്കുവാണ്, ചിന്തിക്കുവാണ്. ചില സാഹചര്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്യപ്പെടുന്നു, സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നു, ആൺ സുഹൃത്തുക്കളെ ലഭിക്കുന്നു, ഒരു എന്റർടൈൻമെന്റ് ലഭിക്കുന്നു. എപ്പോൾ വിളിച്ചാലും ശരി ഇവരുടെ വേദനകൾ കേൾക്കാൻ, വിഷമങ്ങൾ കേൾക്കാൻ അവരവിടെ ഉണ്ടാകും. അതേപോലെ നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്തുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ അച്ചൻകുഞ്ഞ് പാസ്റ്റർ ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയുന്നവരാണ്. ഞാൻ ഇദ്ദേഹത്തെ രാവിലെ വിളിക്കുന്നു, അച്ചൻകുഞ്ഞ് പാസ്റ്ററെ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ് പ്രശ്നങ്ങൾ. ശരി, അപ്പം അച്ചൻകുഞ്ഞ് പാസ്റ്റർ എന്നോട് പറയും, ടീച്ചറെ വിഷമിക്കണ്ട, സമാധാനമായിരിക്കെ. ആകെ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പം അദ്ദേഹം പറയും, ഞാൻ പ്രാർത്ഥിക്കാം ടീച്ചർക്കും കുടുംബത്തിനും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയും. ഞാൻ അടുത്ത ദിവസവും വിളിക്കും, അച്ചൻകുഞ്ഞ് പാസ്റ്ററെ ഇങ്ങനെ എനിക്ക് വിഷമമുണ്ട്, ടീച്ചറെ സമാധാനമായിരിക്കുക, പ്രശ്നങ്ങളില്ലാത്തത് ആർക്കാണ്, എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ചിലർ പറയുന്നു ചിലർ പറയുന്നില്ല. അടുത്ത ദിവസവും വിളിക്കും. അതിൻ്റെ അടുത്ത ദിവസം ആകുമ്പോഴത്തേനും അച്ചൻകുഞ്ഞ് പാസ്റ്റർ എൻ്റെ ഫോൺ എടുക്കാതെയാകും. ഇവര് ചുമ്മാ എപ്പോഴും ഇവരുടെ പ്രശ്നങ്ങളാണല്ലോ പറയുക. അതിൻ്റെ അടുത്ത ദിവസം വിളിക്കുമ്പോൾ ബല പിടിക്കാൻ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു, ഇങ്ങനെ ആകും. പക്ഷെ ഇവരങ്ങനെയല്ല. അതായത് ഇത് ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടും ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ്. ഈ പെൺകുട്ടി എപ്പോൾ വിളിച്ചാലും എതിരെ ആളുണ്ട്. എത്ര തിരക്കാണെങ്കിലും ഈ പെൺകുട്ടിയുമായിട്ട് മണിക്കൂറുകളോളം പിന്നെ അവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ സമയം. അപ്പോൾ ഈ പെൺകുട്ടി വിചാരിക്കുന്നത് എന്താ, ഒരു മിനിറ്റ് സംസാരിക്കാൻ എൻ്റെ മാതാപിതാക്കൾക്ക് സമയമില്ല. അപ്പോഴാണ് എനിക്ക് വേണ്ടി എന്തൊരു ആത്മാർത്ഥതയാണ്. ഇതൊക്കെയാണ് ഇവരെ ആദ്യമായിട്ട് വീഴ്ത്തുന്നത്. ഇപ്പോൾ TCSലെ കോർപ്പറേറ്റ് ഉദാഹരണങ്ങൾ നമുക്കറിയാം. കരിയറിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം സംഘങ്ങളുടെ സ്വാധീന വലയത്തിൽ ഈ കുട്ടികൾ വീണുപോയതാണ്. ക്രിമിനൽ സംഘങ്ങൾ സ്ത്രീകളുടെയും അതുപോലെ പെൺകുട്ടികളുടെയും ഒക്കെ വിശ്വാസത്തെ, അവരുടെ സാഹചര്യങ്ങളെ തന്ത്രപരമായി ഉപയോഗിച്ചതാണ്. ഇനി ഇത് കണ്ടല്ലോ, ഇത് പബ്ലിക്കായല്ലോ, എല്ലാവരും ഇത് മനസ്സിലാക്കി. ഇനിയും ഇതുപോലെ പെൺകുട്ടികളും സ്ത്രീകളും വീഴത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ ചതിക്കുഴികളെ തിരിച്ചറിയാൻ നമ്മൾ എത്ര കണ്ട് ബോധവൽക്കരണം നടത്തിയിട്ടും കാര്യമില്ല. അവര് സ്വയം ഇത് കൺവിൻസ്ഡ് ആകണം. ഇത്തരം കെണികളുണ്ട്. ഈ കെണികളിൽ പെട്ടുപോയ പല ആളുകൾക്കും ഇന്നും അതിൽ നിന്ന് മോചനം ലഭിച്ചിട്ടില്ല. ഇതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വൈര ജീവിതവും സമാധാനവുമാണ് എന്ന് ഇവര് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ എന്ത് പറഞ്ഞിട്ടും ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ ടീച്ചർ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, സമയമുണ്ടോ? പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മള് ഇപ്പൊ ടീച്ചർ പറഞ്ഞതിന്റെ കൂടെ തന്നെ വരുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മള് ഇവരെപ്പോഴും പറയുന്നത് കേൾക്കാം, ഇപ്പൊ ഇവര് മാത്രമല്ല, നമ്മുടെ ലിബറൽ ആയിട്ടുള്ള കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കണേ. ഓക്കെ. ഇപ്പൊ ഇവരെപ്പോഴും RSSനെയും BJPനെയും ഒക്കെ എതിർത്ത് അവരും വർഗീയ പാർട്ടികളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ട കുറെ ഇൻസ്റ്റൻസസ് ഉണ്ട്. ഇപ്പൊ KM ഷാജി ആയാലും ഞങ്ങളുടെ ഐഡന്റിറ്റി മതമാണ്, മതത്തിന് വേണ്ടി നമ്മള് ഇസ്ലാമിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭരണം പിടിക്കണമെന്ന് പറയുന്നത് കേട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഷിയാസ് കരീമിനെ കണ്ടു. പുള്ളി പറഞ്ഞത് എന്താ, ഞാൻ പോർക്ക് കഴിക്കത്തില്ല കാരണം കിതാബി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ബീഫ് കഴിക്കണം ഉള്ള രീതിയിലുള്ള ആ ടോക്ക് കണ്ടു നമ്മള്. അപ്പൊ ഇവർ ഈ വർഗീയത മൊത്തം ഇവര് പറഞ്ഞിട്ടും ഇവരുടെ വർഗീയത മനസ്സിലാക്കാത്ത മറ്റുള്ളവരെല്ലാം വർഗീയവാദികൾ എന്ന് വിളിക്കുന്നില്ല. അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഈ മോഡറേറ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ, ഇപ്പൊ ഷിയാസ് കരീമൊക്കെ മോഡറേറ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരാണല്ലോ, പക്ഷെ ഇവരുടെ ഉള്ളിലെല്ലാം ഈ സാധനം ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം.
നമ്മുടെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യേണ്ടതും എന്നാൽ ചിന്തിക്കേണ്ടതും നല്ല രൂപത്തിൽ ബോധവൽക്കരണം ലഭിക്കേണ്ടതുമായിട്ടുള്ള വലിയ 2 ഫാക്ടറിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ബ്രദർ ഇവിടെ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഞാനൊരു മതമൊന്നുമില്ലാത്ത ആളാണ്, എനിക്കങ്ങനെ മതവിശ്വാസമൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ ഒരു വേള പറഞ്ഞ വ്യക്തി തന്നെ നമ്മുടെ കിതാബിൽ പറയാത്തതിൻ്റെ പേരിലാണ് ഞാനത് കഴിക്കാത്തത് എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ഏത് പോയിന്റിലാണ് മതം മുറുകെ പിടിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ കാലത്തും തർക്കമുള്ള ഒരു പോയിന്റാണ് മുസ്ലിം ലീഗും BJPയും RSSും. അപ്പോൾ മുസ്ലിം ലീഗ് എപ്പോഴും അതിനകത്ത് തന്നെയുണ്ടൊരു വർഗം, ഒരു വർഗീയത. മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഭരണം തിരിച്ചു പിടിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ ഏതാണെന്ന് അറിയത്തില്ല, ഒരു ക്ലബ് ഹൗസിൽ ചർച്ചയുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ സ്റ്റാൻലി സർ പറയുന്നുണ്ടായിരുന്നു, ഈ മെയ് 5-ാം തീയതിയോടുകൂടി കേരളത്തിൽ ആര് വേണം ആര് വേണ്ട എന്ന് തീരുമാനമാകുമെന്ന്. കാരണം റിസൾട്ടാണല്ലോ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് വരുന്നത്. അപ്പൊ ആര് ജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചു നോക്കും, തുടർന്ന് മറ്റുള്ളവരുടെ സമാധാനം. അപ്പോൾ ഇവര് എന്തിനു വേണ്ടിയാണ്? മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അധികാരത്തിലെത്തുന്നതും നിയമങ്ങൾ കൊണ്ടുവരുന്നതും എല്ലാം. അപ്പൊ അങ്ങനെ പറയുന്ന വിഭാഗമാണ് ഒരു മതത്തിനു വേണ്ടി, ഒരു വിഭാഗത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്ത BJPയെ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ വർഗീയം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇത് മൊത്തം വിരോധാഭാസമാണ് രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എടുത്തു നോക്കിയാൽ. ഇപ്പൊ ലീഗിനെ വിമർശിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മറ്റൊരു പാർട്ടിയെ വർഗീയം എന്ന് വിളിക്കുന്നത്. ഇത് അനുകൂലിക്കുന്നവർക്ക് മനസ്സിലാക്കാം ഈ വിരോധാഭാസം എന്താണെന്ന്. പഴയ മുസ്ലിം ലീഗും ഇന്ത്യയുടെ വിഭജനവും തമ്മിൽ ചരിത്രപരമായിട്ട് ഒരുപാട് പോയിന്റുകൾ കാണിക്കാനുണ്ട്. ലീഗ് അടിസ്ഥാനപരമായി ഒരു വർഗീയ സംഘടനയാണ് എന്നറിയാത്ത ആളുകളല്ല ഇപ്പോൾ ലീഗിനകത്തുള്ളവരൊക്കെ. ഒരു പ്രത്യേക സമുദായത്തിന്റെ, അതായത് മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ, അവരുടെ മതം, അവരുടെ ആശയം, അവരുടെ ആഘോഷം, അവരുടെ ആചാരം, ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം. ഇപ്പോ വഖഫിൽ ഒന്ന് തൊട്ട് നോക്കിക്കേ. അതെ ഞങ്ങളുടെ പള്ളിക്കാരി, അത് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ മതമാണത്, ഇതിനകത്ത് പിടിച്ച് കളിക്കണ്ട. ഇന്നലെ തന്നെ ആനയൊന്നും വേണ്ട, പ്ലാസ്റ്റിക് ആന മതി, എന്തിനാണ് ക്ഷേത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങൾക്കൊക്കെ മൃഗങ്ങളെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു. ഇവര് ബലിയെ എതിർക്കുമോ? ഒരാഘോഷം തന്നെയാണ് ബലി പെരുന്നാള്. എത്ര കണക്കിന് മൃഗങ്ങളെയാണ് ഇവര് ഒരു വർഷം കൊന്നൊടുക്കുന്നത്? അതിനെ ഇവര് പറയുമോ? ഇല്ല. അപ്പോ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഏത് ചീഞ്ഞളിഞ്ഞ ഗോത്രീയതയെയും സംരക്ഷിക്കുക, ഇത് വർഗീയതയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പർദ്ധയുണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളെ അകറ്റി നിർത്തും. ലീഗ് ഈ വിരോധാഭാസത്തെ മറികടക്കാതെ, ഇവർ വർഗീയ സംഘടനയാണ് എന്ന് അംഗീകരിക്കാതെ ഈ വിമർശനം ഇവിടെ അവസാനിക്കില്ല. ഇനി ഒരു ന്യൂനപക്ഷ സമുദായത്തിന് അവരുടെ അവകാശങ്ങൾ ചോദിക്കാൻ ഒരു പാർട്ടി വേണം. അത് ഭൂരിപക്ഷ വർഗീയത പോലെ അല്ല എന്നാണ് ഇവരുടെ വാദം. ഈ സ്വതന്ത്ര ഭാരതത്തില് ഏതെങ്കിലും മതവിഭാഗം മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേടന്മാർ വന്നു. ലീഗ് ഇന്ത്യയിലെ ഭരണഘടന അംഗീകരിക്കുന്ന പാർട്ടിയാണ് എന്നവർ പറയുന്നു. അപ്പൊ BJPയോ? രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ? അപ്പൊ സായുധമായിട്ടുള്ള കലാപങ്ങള്, വിദ്വേഷ പ്രസംഗങ്ങള്, കലാപ ആഹ്വാനങ്ങള്, ഇതൊക്കെ നടക്കുമ്പോഴാണ് കേരളത്തിന്റെ സമാധാനത്തെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോ കാസർഗോഡ് നടന്ന ഒരു മുദ്രാവാക്യം നമ്മൾ കേട്ടല്ലോ, അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കം സൂക്ഷിച്ചു എന്നൊക്കെ കാഞ്ഞങ്ങാട്. ഇതാര് വിളിച്ച മുദ്രാവാക്യമാണ്? അതുപോലെ നമ്മുടെ ഇതായിരുന്നു ഒരു ക്ഷേത്രത്തിന്റെ നടയിൽ വന്നിട്ടാണ് ഇവര് ഹമാസിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. ഒരു പാറയുടെ മുകളിലുള്ള വലിയൊരു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട്. വേറെ എങ്ങും സ്ഥലമില്ലാത്തത് കൊണ്ടാണോ ഇവർ അവിടെ തന്നെ ചെന്നത്? ഇതൊക്കെ സംഘടിതമാണ്, ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇളക്കി വിടുന്നതിന് വേണ്ടിയാണ്. യഹ്യാ സിൻവാറിന് വേണ്ടിയിട്ട്, ഹമാസിന്റെ നേതാവ് ഖാലിദ് മിഷേലിന് വേണ്ടിയിട്ട്, ഇസ്മായിൽ ഹാനിയയ്ക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും മയ്യത്ത് നമസ്കാരങ്ങളും അവരുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്നൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ
എവിടെ ഏത് രൂപത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ശരി, കൊല്ലപ്പെട്ടാലും ശരി, പൊട്ടിത്തെറിച്ചാലും ശരി, അവർക്ക് വേണ്ടി ഒരു പ്രതിഷേധം ഈ കേരളത്തിൽ ഉയരുന്നു. എന്തുകൊണ്ടാണ്? മതവർഗീയ പാർട്ടികൾ അവർക്ക് പിന്തുണയുമായിട്ട് വരുന്നത് കൊണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികൾ ലീഗിനെ ഒപ്പം കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? വർഗീയ സ്വഭാവമില്ലാത്തത് കൊണ്ടല്ല, അതുള്ളത് കൊണ്ടാണ്. അപ്പോൾ BJP അവര് ഭൂരിപക്ഷ വർഗീയതയായിട്ട് കണക്കാക്കുന്നു. അത് രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു. അതേപോലും ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDP ഇതൊക്കെ രാജ്യത്തിന് ഗുണകരമാണ്. കാരണം പാകിസ്ഥാനെ പോലെ അതല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ഈ രാജ്യത്തെ ചേർക്കാൻ ഇസ്ലാം മത രാഷ്ട്രവാദം ഉന്നയിക്കുന്ന പാർട്ടികളാണ്. അവരെല്ലാവരും തലത്തിൽ തത്തുല്യരാണല്ലോ. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇവര് മതത്തെ അതല്ലെങ്കിൽ ജാതിയെ അതല്ലെങ്കിൽ വർഗത്തെ ഇവരുപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഒരു വിഭാഗം വർഗീയമാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും മറ്റൊരു വിഭാഗം ആളുകൾ അവരുടെ വോട്ടർമാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാണിക്കും. 5 നേരം നമസ്കരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടിയില്ലേ, എല്ലാവരും ഒരുമിച്ചൊരു ഒറ്റക്കെട്ടായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിനിരന്നാൽ മാത്രമേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വോട്ട് പിടിക്കുന്നത്. അപ്പോ ലീഗ് ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ അടയാളമാണ് എന്ന് അറിയാത്തവരല്ല ഇതൊക്കെ പറയുന്നത്. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു പരിധി വരെ വർഗീയത തന്നെയാണ് പറയുന്നത്. മറുവശത്ത് അവർ മതേതരത്വം പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഇനിയും ഷിയാസ് കരീമിന്റെ വിഷയത്തിലേക്ക് വന്നാല് എവിടെ മതം എടുക്കണമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ പന്നിയിറച്ചി കഴിക്കില്ല. എന്താ കാരണം? അവന്റെ മതം, അവന്റെ കിതാബ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മതമില്ലെന്ന് പറഞ്ഞതോ? അത് അപ്പൊ പറഞ്ഞതാ, അത് അന്നേരം പറഞ്ഞതാ സന്ദർഭത്തിനനുസരിച്ചിട്ട്. ഇപ്പൊ എനിക്ക് ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ വസ്ത്രകാര്യത്തിലൊക്കെ മതം. അപ്പോ ഈ മതം മുറുകെ പിടിച്ചിട്ട് തന്നെയാണോ ഇവർ ഇവിടെ വരെ എത്തിയത്? ആണും പെണ്ണുമായിട്ട് ഇടകലരാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടാവും? മറ്റുള്ളവരുടെ സമ്പത്ത് ചൂഷണം ചെയ്യാൻ, തട്ടിയെടുക്കാൻ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? എന്നിട്ട് അവൻ പറയുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട്, ജയില് ആണുങ്ങൾക്കുള്ളതാണെന്ന്. ഇപ്പോ ഈ ആണുങ്ങൾ എല്ലാവരും ജയില് കയറി ഇറങ്ങി നടക്കുക. ജയില് കുറ്റവാളികൾക്കുള്ളതാ, ജയില് ക്രിമിനലുകൾക്കുള്ളതാ. അതല്ല, ചിലപ്പോൾ ആരോപിക്കപ്പെടുന്ന ആളുകളും അതിനകത്തുണ്ടാകും. അതല്ലാതെ ആണുങ്ങൾക്കുള്ളതാണ് എന്ന ആ ഒരു ആശയത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പോ ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇപ്പൊ നമുക്കറിയാം, അതിനെ എതിർക്കുകയോ അതിനെ അനുകൂലിക്കുകയോ ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. ഷിയ വിഭാഗം പിന്തുടരുന്ന ചില ഹദീസുകൾ, അതായത് വസായിലു ഷിയ, ഇതൊരു ഗ്രന്ഥമാണ്, ഷിയ ഗ്രന്ഥം. അതില് ബീഫിനെ കുറിച്ചിട്ട് ചില ആശയങ്ങളുണ്ട്. പശുവിന്റെ പാല് രോഗത്തിന് ശമനം നൽകുന്നതാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ നെയ്യ് ഔഷധമാണ്, അഥവാ ദവാ, പ്രതിരോധം, മരുന്ന് എന്നൊക്കെയാ പറയാം. അപ്പൊ അതിന്റെ ഇറച്ചി രോഗമുണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഹദീസിനെ മുൻനിർത്തി ഷിയ പണ്ഡിതന്മാര് പശു ഇറച്ചി അമിതമായി കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതായത് മിതമായിട്ട് കഴിക്കാം, അമിതമായിട്ട് കഴിക്കരുതെന്ന്. അതായത് അവർക്ക് ബീഫ് ആവശ്യമാണെങ്കിൽ അവർക്ക് കഴിക്കാം, അതിന് തെളിവുണ്ട്. പട്ടിയിറച്ചി കഴിക്കാൻ വരെ ഇസ്ലാമിൽ തെളിവുണ്ട്, പിന്നെയല്ലേ. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത് എന്നാണ് അവർ പറയുക. പക്ഷേ ഇസ്ലാമിക വൈദ്യശാസ്ത്ര നിയമപ്രകാരം പശു ഇറച്ചി തണുപ്പുള്ളതാണ്, വരണ്ടതാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ദഹിക്കാൻ പ്രയാസമാണ്, ഒരുപാട് കഴിക്കണ്ട, വാദം പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകും പണ്ഡിതന്മാർ പറയുന്നതാ. അപ്പോൾ ആട്ടിറച്ചിയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കാനുള്ളത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് 1 കിലോ ആട്ടിറച്ചിക്ക് ഭയങ്കര വിലയല്ലേ, അതുകൊണ്ട് തൽക്കാലം ബീഫ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഇവർ തന്നെ പറയാറുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ സാമൂഹികമായും സമാധാനവും സഹവർത്തിത്വത്തെയും ഒക്കെ മുൻനിർത്തി പശുവിറച്ചി ഒഴിവാക്കണം എന്ന് ഷിയ സംഘടനകൾ പറഞ്ഞാൽ ഇവരത് അംഗീകരിക്കുവോ? ഇല്ല. അപ്പൊ ഇവർ പറയും ഷിയാക്കൾ ശരിയായിട്ടുള്ള മുസ്ലിങ്ങളല്ല. ഷിയ നേതാവിനെ നമ്മുടെ ഇസ്രായേല് വധിച്ചാൽ ഇവരെന്തു പറയും? ജൂതൻ ചെയ്തത് കണ്ടോ? ഒന്നുമല്ലെങ്കിൽ ആയത്തുള്ള അലി ഖുമൈനി ഒരു മുസ്ലിം അല്ലേ? അതായത് തരാതരം അഭിപ്രായങ്ങൾ മാറ്റിയും മറിച്ചും പറയാൻ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോ ഷക്കീല, അവരെ ഒരുപാട് പോൺ വീഡിയോസിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഒടുവിൽ അവർ ഉംറയ്ക്ക് പോയപ്പോഴേക്ക് അതെല്ലാം കഴിഞ്ഞില്ലേ? അതുപോലെ ആകെ 1-2 സിനിമയിൽ മാത്രം മുഖം കാണിച്ച ഒരു മുസ്ലിം സ്ത്രീ. ഇവരാദ്യം ഒരു ക്രിസ്ത്യൻ സ്ത്രീ ആയിരുന്നു, പിന്നീട് ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചു, മീനു മുനീർ എന്ന പേര് സ്വീകരിച്ചു. ഇവര് ഉംറയ്ക്കൊക്കെ പോകുന്നു.
പർദ്ദയെ കുറിച്ചിട്ട് മക്കനെ കുറിച്ച് ഭയങ്കരമായിട്ട് നാവ് കൊണ്ട് അടിക്കുന്നു, ഭയങ്കര വർത്തമാനം പറയുന്നു. അപ്പോൾ അവര് നല്ല പിള്ളയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരത് വലിച്ചെറിഞ്ഞ് വീണ്ടും പഴയപടിയായപ്പോൾ ആർക്കും ഒന്നും മിണ്ടാട്ടമില്ല, മൗനം. എവിടെയാണ് ഇസ്ലാമിനെ മുറുകെ പിടിക്കേണ്ടത് എന്ന് ഷിയാസ് കരീമിന് അറിയാം. ഇതൊരു സ്ട്രാറ്റജിയാണ്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താൻ എയറിലാകും, അപ്പോൾ തന്നെ സംരക്ഷിക്കാൻ നമ്മുടെ മുറിയൻ കാക്കാമാര് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ മതത്തെ ഒന്ന് ബാലൻസ് ചെയ്യണം. എന്റെ കിതാബിൽ പറയാത്തതിന്റെ പേരിലാണ് ഞാൻ ബീഫ് കഴിക്കാത്തത്, അതല്ലെങ്കിൽ ഞാൻ പോത്ത് കഴിക്കാത്തത്, അതല്ലെങ്കിൽ എന്നെ തിരിച്ചു കടിക്കാത്തതെല്ലാം ഞാൻ കഴിക്കും. അപ്പോൾ പോത്ത് നിന്നെ തിരിച്ച് കടിച്ചോ, അതല്ലെങ്കിൽ പിന്നെ പന്നി നിന്നെ തിരിച്ച് കടിച്ചോ എന്ന് ചോദിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടായിരുന്നോ? ഇല്ല. അപ്പോ മതം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ കാനഡ അമ്മായി ആണെങ്കിലും രാഹുൽ ഈശ്വരൻ ആണെങ്കിലും ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? മതത്തെ, അതായത് നമ്മൾ എയറിലാകുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ മതത്തെ കൊണ്ടുവരും. അവിടെ നമ്മുടെ സ്പീക്കർ ഷംസീർ ഗണപതി മിത്താണ്, ബുറാക്ക് മിത്താണെന്ന് പറയാൻ ധൈര്യമുണ്ടായോ? ഇല്ല. അയാള് ഒരു മതപ്രഭാഷകനെ പോലെയാണ് ആ സ്പീക്കേഴ്സ് പാനലിൽ ഇരുന്ന് സംസാരിച്ചത്. മതം എവിടെ മുറുകെ പിടിക്കണമെന്നറിയാം. ഇതുമായിട്ട് തന്നെയാണ് ബാലൻസ് ചെയ്യേണ്ടത് KM ഷാജിയുടെ പരാമർശത്തെ. മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ സ്വത്വബോധമാകാമല്ലേ? ഇപ്പൊ നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തില് ആർക്കാണ് ഏത് മതം സ്വീകരിക്കാനോ അത് ഫോളോ ചെയ്യാനോ വിഷമമായിട്ടുള്ളത്? ഇപ്പൊ പാലക്കാട് ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് മരിച്ചു, അവരുടെ സമ്പത്തിന് വേണ്ടിയിട്ട് പൊതുനിരത്താണ് അവർ നമസ്കരിച്ച് പ്രതിഷേധം നടത്തിയത്. ഒരു 11:45 മുസല്ലയിട്ട് നമസ്കരിക്കുന്നു, വലിയ രൂപത്തിൽ റോഡ് ബ്ലോക്ക് ആകുന്നു, പോകാൻ പറ്റാതെ. അപ്പൊ അത് ഇന്ത്യയിലായതുകൊണ്ടാണ് കഴിഞ്ഞത്, ഈ കേരളത്തിലായതുകൊണ്ടാണ് കഴിഞ്ഞത്. UP-യിലാണെങ്കിൽ ഇന്ന് താത്താക്ക് വീടില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ, ട്രെയിനിനകത്ത്, എയർപോർട്ടുകളിൽ, ഫ്ലൈറ്റിനകത്ത്, ഇവിടെയൊക്കെ ഇവർക്ക് ഈ ഉച്ചയും കുത്തി മറിയാൻ സാധിക്കുന്നത് ഇത് ഒരു ജനാധിപത്യ ഭാരതമായതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ മതമാണ് മുഖ്യമെന്ന് പറയുമ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവരുടെ മതം ഫോളോ ചെയ്യാൻ പറ്റണം. പിന്നെ അവരുടെ ഓഫീസുകളിൽ ഇവർ ജോലി ചെയ്യുന്നെങ്കിൽ, മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നെങ്കിൽ, ഇപ്പൊ വന്ദേ മാതരം പാടാൻ നമുക്ക് പറ്റില്ല, നമ്മുടെ മതം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അത് ജയ് ഹിന്ദ് നമുക്ക് പറ്റില്ല, വന്ദേ ഭാരത് എക്സ്പ്രസ് പോലും നമുക്ക് പറ്റില്ല. അതിനകത്താണ് പരമ പവിത്രമതാമി മണ്ണിലെന്ന് കുട്ടികൾ പാടിയത് വലിയ രൂപത്തിൽ ഇവര് വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പൊ നമുക്ക് എവിടെയും നമ്മുടെ മതമാണ് മുഖ്യമെന്ന് പഠിപ്പിക്കുന്ന ഈ ഒരു ആശയം അപകടമാണ് എന്ന് തിരിച്ചറിയുന്നത് ആരാ? ജനാധിപത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന മതേതര വിശ്വാസികൾ മാത്രമാണ്. അതില് 100,000 ആളുകൾ മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ 4 പേര് മാത്രമായിരിക്കും വിമർശിക്കുക. ഈ വിമർശനങ്ങൾക്ക് ക്രോസ് ചെക്ക് വന്നു കഴിഞ്ഞാൽ 3 പേരും പിന്മാറും, ഒരാൾ മാത്രം അവരുടെ ശക്തമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. പിന്നെ എങ്ങനെയാണ് നാളെ ഷാജിമാരുണ്ടാകാതിരിക്കുന്നത്? അപ്പോ കഴിഞ്ഞു പോയ 9.5 കൊല്ലത്തെ ആനുകൂല്യം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ കയറും, കോൺഗ്രസിന് ഞങ്ങൾ അധികാരം കൊടുക്കും. ശരി, ഏത് ആനുകൂല്യമാണ് കഴിഞ്ഞ 9.5 കൊല്ലത്തിൽ ഇവർക്ക് നഷ്ടപ്പെട്ടത്? വഖഫോ, മുത്തലാഖോ, ഏക സിവിൽ കോഡോ, NRCയോ? ഏതാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്? അപ്പോ ഇവർക്കത് അറിയാത്തത് കൊണ്ടല്ല, ഇവർക്കത് അറിയാം, പക്ഷെ ഇവർക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഓക്കെ.